താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷാബു പ്രസാദ്, വലിയ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. പക്ഷേ മാതൃകാപരമായ നടപടി എന്ന നിലയിൽ നടപടികൾ വരുന്നതിന് ശേഷം ആ പ്രതിഷേധം കുറേയധികം കെട്ടടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ റിഫ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. നടപടി അത് എടുക്കേണ്ടത് തന്നെയാണെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നും സൂചിപ്പിക്കുന്ന ഒരു വിഭാഗം, പക്ഷേ നടപടിയെടുത്തതിൻ്റെ പേരിൽ പ്രതിഷേധിക്കുന്ന മറ്റൊരു വിഭാഗവും എന്ന നിലയിൽ രണ്ടായി കാര്യങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? നടപടിയെടുത്തതിൻ്റെ പോലും ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ പോര് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടേ? ഞാൻ ഈ വിഷയത്തിനെ സമീപിക്കുന്നത് ഇതിൻ്റെ അത് ധാർമ്മികത എന്നുള്ള ഒരു പോയിന്റിലല്ല. കാര്യം നമ്മുടെ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ ആ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നത്. ധാർമ്മികത എന്നൊക്കെ പറയുന്നത് വെറുതെ ഇരുന്ന് പറയാനല്ലാതെ പ്രത്യേകിച്ച് ധാർമ്മികത മൂല്യങ്ങളൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇല്ല. അതൊക്കെ എന്നോ പോയി കഴിഞ്ഞു, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇല്ലാതായി കഴിഞ്ഞൊരു സാധനമാണ്. 100% പ്രായോഗികമായ രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളത്. ആ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ സത്യത്തിൽ ഈ സമീപകാലത്ത് കോൺഗ്രസ് എന്നല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ വിഡ്ഢിത്തം കാണിച്ചിട്ടുണ്ടാവും. അതായത് ഈ രാഹുൽ നോക്കൂ, അവർ ചെന്ന് പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ നോക്കൂ. ആ ആരോപണം വന്നു ഉടൻ തന്നെ ആ അവസരം മുതലെടുത്ത് ഇതിൻ്റെ അകത്തെ ചേരിപ്പോരിന്റെ അകത്ത് വിജയിക്കാൻ വേണ്ടി കുറച്ചുപേര് മുന്നിട്ടിറങ്ങി. ഇപ്പൊ രാഹുലിനെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേരിറങ്ങി. അതിനേക്കാട്ടിൽ ഉച്ചത്തിൽ വേറെ കുറച്ചുപേര്. ഒടുവിൽ അങ്ങനെയാണ് ഈ രാഹുൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതും അയാളെ ഈ പാർട്ടിയിൽ നിന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതുമല്ല. പക്ഷേ എന്നിട്ട് ഇവർ തന്നെ പറയുകയും ചെയ്തു ഒരു പരാതി പോലും ഇല്ലാത്ത കേസ്. ഇത് ഒരു വശത്ത് പറഞ്ഞുകൊണ്ട്, അതായത് ഇവർ തന്നെ ഇത് എൻഡോസ് ചെയ്തു കഴിഞ്ഞു. ഇത് സത്യമാണ്, രാഹുലിനെതിരെ വന്ന ഈ ആരോപണം 100% സത്യമാണ് എന്ന് പാർട്ടി അംഗീകരിച്ചു. ആ അംഗീകാരത്തിലേക്ക് എത്തിയത് സത്യത്തില് ഇവർ തമ്മിലുള്ള പച്ചയായ ചേരിപ്പോര് തെരുവിലേക്ക് വരെ നീളുന്ന ആ ഒരു ഘട്ടത്തിലാണിത്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ആരും ന്യായീകരിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. 100% കേരളത്തിൽ നിലനിൽക്കുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കാര്യമാണ്. ഇതേ സമയം ഇത് CPM-ലായിരുന്നെങ്കിൽ എന്തായാലും സംഭവിക്കുക? അവർ ഈ രാഹുലിനെ പോലുള്ള കേസിൽ അവർ അയാളെ ചേർത്ത് നിർത്തുന്നു. അവർ ഇതിൻ്റെ അകത്ത് നിയമപരമായും ആശയപരമായും സംഘടനാപരമായും ശക്തമായ പ്രതിരോധം തീർക്കും. അങ്ങനെ കുറച്ചു കാലം ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി. കൂടി വന്ന ഒരാഴ്ച അല്ലെ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇത് താനെ കെട്ടടങ്ങി അത് അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യും. നോക്ക്, കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ നോക്കൂ. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ 2 ആഴ്ച കഴിഞ്ഞും ഈ വിഷയം ഇങ്ങനെ സജീവമായി നിൽക്കുന്നതും. കോൺഗ്രസിനുള്ളിലെ എത്രമാത്രം ഭീകരമാണ് കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര്. ഓരോരുത്തരും അവസരം മുതലെടുത്ത് മുമ്പോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഡേ ബൈ ഡേ എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇതിൻ്റെ അകത്തോട് ഉണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യം നോക്കൂ. കോൺഗ്രസിന് വേണ്ട ഇയാളെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന് വേണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് അയാളെ പുറത്താക്കി, അയാളുടെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, അയാളെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സംഘടനയ്ക്കും കോൺഗ്രസിനും ഒന്നും വേണ്ടാത്ത ഈ മനുഷ്യനെ പാലക്കാട്ടെ ജനങ്ങൾ സഹിച്ചോളൂ എന്ന ഒരു വ്യക്തമായ സന്ദേശമല്ലേ ഇതിൻ്റെ അകത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടെടുക്കുന്നതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിലെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് രാഹുലിനെതിരെ അവർ ഈ നടപടിയിലൂടെ എടുത്തിരിക്കുന്നത്. കാര്യം ഇവർ തന്നെ പറയുന്നത് നിയമം ഇതില്ല, പരാതിയില്ല, ഒന്നുമില്ല, എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ഇത് ചെയ്തു? തീർച്ചയായും എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഉയർന്നു വന്നത്. അതിൽ നടപടിയെടുത്തു എന്നത് മാതൃകാപരമായി തന്നെ ഞാൻ കാണുന്നു. അതിൽ പക്ഷേ പിന്നീട് ഈ വിഴുപ്പലക്കൽ ഉണ്ടായതാണ് കോൺഗ്രസിനെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. താങ്കളിൽ നിന്ന് വിയോജിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾക്ക് അടുത്ത അവസരത്തിൽ കൂടുതൽ വ്യക്തമാക്കാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇപ്പോൾ ഈ പരാതി എങ്ങനെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി എന്ന് നോക്കിയാൽ അത്
കോൺഗ്രസ് സഹയാത്രികയായ ഒരു യുവതി തുറന്നു പറയുന്നതാണ്. എപ്പോൾ ഈ റിഫ്റ്റ് തുടങ്ങിയെന്ന് നോക്കിയാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ നമുക്ക് ഈ സതീശൻ, ഷാഫി, രാഹുൽ ത്രയത്തിൽ ഒരു വിള്ളൽ വീണു എന്നത് മനസ്സിലാക്കാം. അത് PV അൻവറുമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയോടെ എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം സാഹചര്യം ഒത്തുവന്നപ്പോൾ രാഹുലിനെതിരായ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. ശക്തമായ നടപടി എന്ന ആവശ്യവുമായി VD സതീശൻ വിഭാഗം എത്തുന്നു. അപ്പോൾ ഈ റിഫ്റ്റിന്റെ ഒരു ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്ന സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ താങ്കൾ എങ്ങനെ കാണും? രേണുക, ഇതിന് രണ്ട് രീതിയിൽ കാണേണ്ടതുണ്ട്. ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാബു പ്രസാദ് പറഞ്ഞു രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്നൊന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ധാർമ്മികതയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇല്ലാതായി എന്നൊക്കെ പറയുന്നു. പക്ഷെ അത്രത്തോളം ഒന്നും നമുക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ലാതായി എന്നൊന്നും തീർത്ത് പറയാൻ കഴിയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും ധാർമ്മികത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കുറച്ചെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നില്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അതിനെ ന്യായീകരിക്കാനോ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാനോ കഴിയാതെ വരും. ഇവിടെ ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്നു. ഇപ്പൊ രേണുക പറയുന്നു അത് കോൺഗ്രസിനകത്തു നിന്നുള്ളൊരു വിഭാഗം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അവിടെ VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ആ ഒരു സംഘവുമായിട്ടുണ്ടായ ഒരു ചെറിയ റിഫ്റ്റ്. പക്ഷെ അങ്ങനെ ഒരു റിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് തൊഴുത്തിൽ കൊത്തും മേച്ചിൽപ്പുറത്ത് കാണുമായിരുന്നല്ലോ. അവിടെ ഇത്രയും നല്ല ഭൂരിപക്ഷത്തില് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും കോൺഗ്രസ് വിജയിക്കില്ലായിരുന്നു. അവിടെ ഏതെങ്കിലും നിങ്ങൾ പോലും പ്രചരണ സമയത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ആലോചന ഉണ്ടെന്നോ അസ്വസ്ഥതയുണ്ടെന്നോ നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ടെന്നോ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടെന്നോ മാധ്യമങ്ങളെല്ലാം മണത്തറിയുന്ന റിയൽ യുദ്ധം തുടങ്ങിയത് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ റീൽസ് ഒക്കെ വന്നു. അവിടെ ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി എന്താ പറയാ ഇവരെ മറികടന്ന് കുറച്ചുകൂടി ഷൈൻ ചെയ്യുന്ന കാഴ്ചയൊക്കെ കണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിരുന്നില്ല, ആരും റിപ്പോർട്ട് ചെയ്തിരുന്നുമില്ല. പക്ഷെ ഇപ്പോ ഇതിനകത്ത് ന്യൂസ് 18 കാണുന്ന ഒരു വക്രബുദ്ധി എനിക്ക് തോന്നുന്നത് ഇത് കോൺഗ്രസ്സുകാർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുത്തിപ്പൊക്കി എന്ന് പറയുന്നിടത്താണ്. ഇവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം, ഇപ്പോ പല നേതാക്കളും പല അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞു. ആദ്യം എടുത്ത 2 തീരുമാനങ്ങൾ ഒന്നാലോചിച്ച് നോക്കുക. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുന്നു. ഡിസിഷൻ നമ്പർ 1. രണ്ടാമത്തെ ഡിസിഷൻ, അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നിയമസഭാ കക്ഷിയിൽ നിന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു. ഈ തീരുമാനം രണ്ടും ഇതിനകത്ത് പറയാം സതീശനുമായിട്ട് യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ സതീശനുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഇതിലേതെങ്കിലും കേരളത്തിലെ നേതാക്കളെ എടുത്തു നോക്കാം. കെ സുധാകരൻ ആ തീരുമാനം എടുത്ത സന്ദർഭത്തിൽ എതിർത്തിട്ടുണ്ട്.